സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ സമ്മേളനം മാർച്ച് 1 നടക്കുകയാണ്. ആ മാർച്ച് 1 നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൻ്റെ കാര്യങ്ങളും അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നതിനേക്കും വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇതിൻ്റെ വിശദമായ കാര്യങ്ങൾ നമ്മുടെ ജില്ലാ സെക്രട്ടറി ശ്രീ കനകരാജൻ പറയുന്നതാണ്. അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളും. നമ്മൾ മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ്റെ 3ാമത്തെ ജില്ലാ സമ്മേളനമാണ് കണ്ണൂർ നടക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2ാമത്തെ പത്രസമ്മേളനമാണ് നമ്മളിന്നിവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. നമ്മളെ ഒരു വിശദമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം എല്ലാം തന്നെ നിങ്ങൾക്ക് അച്ചടിച്ച് തന്നിട്ടുണ്ട് കാര്യങ്ങൾ ഒക്കെ തന്നെ. എന്നിരുന്നാലും നമ്മൾ സംബോധന ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഓൺലൈൻ വ്യാപാര മേഖല എങ്ങനെ പൊതുജനാരോഗ്യത്തെയും അതുപോലെ തന്നെ സാധാരണക്കാരൻ്റെ ജീവനും ഭീഷണിയാകുന്നു എന്നുള്ളതാണ് നമ്മളിലേറെ ജിജ്ഞാസ ഉണ്ടാക്കുന്ന വിഷയം. ഈ പ്രിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു ആധികാരികതയും ഇല്ലാതെ വ്യാപകമായി മരുന്നും അതുപോലെ തന്നെ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന ഉപാധികൾ, അതായത് അതിനുള്ള മെഷീനറീസും ഒക്കെ തന്നെ ഇന്ന് സുലഭമായി ഓൺലൈനിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. വളരെ ഗൗരവത്തോടെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട മരുന്നുകൾ ഇത്തരത്തിൽ നിർബാധം ഓൺലൈനിൽ ലഭിക്കുന്നത് അത് ദുരുപയോഗം ചെയ്യപ്പെടാനും നിങ്ങൾക്ക് നല്ല ധാരണയുള്ളതാണ്. ട്രാങ്കുലൈസേഴ്സ് എന്ന് പറയുന്ന മയക്കുമരുന്നുകൾ പോലുള്ളവ നമ്മൾ ആവശ്യപ്പെട്ടാൽ വിതരണം ചെയ്യുന്ന ഓൺലൈൻ വ്യാപാരി തന്നെ പ്രിസ്ക്രിപ്ഷൻ ജനറേറ്റ് ചെയ്തിട്ട് എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് നിലവിലുള്ളത്. അപ്പം അത് ഏകദേശം മയക്കുമരുന്നിന് സമാനമായ ഇത്തരം ഔഷധങ്ങൾ വലിയ തോതിലുള്ള ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുക. അത് നിർത്തലാക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് എന്ന രീതിയിൽ പറയാനുള്ളത്. മറ്റൊന്ന്, ഞങ്ങളുടെ ഈ മേഖലയിലെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാവുന്നതാണ്, ഡ്രഗ് ലൈസൻസ് വേണം, ലീഗൽ മെട്രോളജി ലൈസൻസ് വേണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലൈസൻസ് വേണം. ഇത്തരത്തിലുള്ള എല്ലാ അതായത് ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചുള്ള എല്ലാ ഉപാധികളും ഫുൾഫിൽ ചെയ്തിട്ടാണ് ഈ മേഖലയിലെ വ്യാപാരികൾ കച്ചവടം ചെയ്യുന്നത്. എന്നാൽ ഇവയൊന്നും തന്നെ ഇല്ലാതെയാണ് ഇത്തരത്തിൽ ഓൺലൈൻ വ്യാപാരം നടന്നു വരുന്നത്. അതാണ് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത്. മറ്റൊന്ന്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ അതിൻ്റെ ഡീപ്പ് സെൻസിലേക്ക് പോകേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ വ്യാപാര സ്ഥാപനങ്ങളിൽ നമ്മൾ നേരിട്ട് രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്നവരല്ല. നമ്മൾ മെഡിക്കൽ ഷോപ്പ്, ആശുപത്രികൾ, അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ മരുന്ന് സപ്ലൈ ചെയ്യുന്നവരാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രയോ വർഷങ്ങളായി അല്ലെങ്കിൽ ഒരുപാട് ദശാബ്ദങ്ങളായിട്ട് നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളിൽ കോമ്പീറ്റന്റ് പേഴ്സൺ, അതായത് ക്വാളിഫൈഡ് പേഴ്സണ് സമാനമായിട്ടുള്ള ഈ മേഖലയിൽ അല്ലെങ്കിൽ മരുന്നുകൾ കൈകാര്യം ചെയ്യുന്ന, അതായത് ഹോൾസെയിൽ മേഖലയിൽ മരുന്ന് കൈകാര്യം ചെയ്യുന്ന, അതിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള, സാമാന്യം 10ാം ക്ലാസ്സും അതുപോലെ തന്നെ പ്രീ ഡിഗ്രിയും ഒക്കെ ഉള്ള അവരുടെ എക്സ്പീരിയൻസ് അടിസ്ഥാനത്തിൽ കോമ്പീറ്റന്റ് പേഴ്സണുമായി തിരഞ്ഞെടുക്കുകയും ആ കോമ്പീറ്റന്റ് പേഴ്സൺസ് ആണ് ഒരു അണ്ടർസൈൻഡ് അതോറിറ്റി ആയിട്ട് നമ്മളെ ഇൻവോയ്സിൽ ഒപ്പിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ക്വാളിഫൈഡ് ഫാർമസിസ്റ്റിന് ഇന്ന് വലിയ ശമ്പളം കൊടുക്കേണ്ടി വരും. എന്നാൽ ഇത്തരത്തിൽ ഈ കോമ്പീറ്റന്റ് പേഴ്സൺമാർക്ക് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ഉടമസ്ഥർ തന്നെയായിരിക്കും കോമ്പീറ്റന്റ് പേഴ്സൺസ് ആയിട്ട് ഉണ്ടാവുക. ഈ സംവിധാനം പാടെ നിലനിർത്താനുള്ള ഒരു ആലോചന കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് സ്വാഭാവികമായിട്ടും ഇടത്തരം കച്ചവടം ചെയ്യുന്ന മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കും. അത് ഗവൺമെന്റ് ആ ഉദ്യമത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ഡിമാൻഡ് എന്ന രീതിയിൽ പറയുന്നത്. ഞങ്ങൾക്ക് പത്രപ്രവർത്തകരാണ്, ഞങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് അറിയാവുന്നതാണ്. ഗവൺമെന്റിന് പലപ്പോഴും കൊട്ടേഷനിലൂടെ ഏറ്റവും ചുരുങ്ങിയ റേറ്റിനാണ് മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനിലെ അംഗങ്ങളും അതുപോലെ വിതരണക്കാരായ എല്ലാവരും ഈ തരത്തിൽ മരുന്നും അതുപോലെ മെഡിക്കൽ അനുബന്ധ ഉപകരണങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നത്. ഇവയുടെയൊന്നും പേയ്മെന്റുകൾ നമുക്ക് യഥാസമയത്ത് കിട്ടുന്നില്ല. ഒരുപാട് കാലതാമസം, അതായത് ഗവൺമെന്റിന്റെ പദ്ധതി വിഹിതങ്ങൾക്കൊക്കെ അനുസരിച്ചായിരിക്കും ചിലപ്പോൾ ഈ പേയ്മെന്റുകളൊക്കെ കിട്ടുന്നത്. ആ കാലതാമസം നമ്മളെ ഒഴിവാക്കിയില്ലെങ്കിൽ നമ്മൾ ഈ ഓവർ ഡ്രാഫ്റ്റ് ഒക്കെ എടുത്ത് കച്ചവടം ചെയ്യുന്ന വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അതും വലിയ രീതിയിലൊരു പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ളതാണ്. അത്തരത്തിലാണ് നമ്മളിവിടെ മറ്റൊരു മുദ്രാവാക്യം അല്ലെങ്കിൽ മറ്റൊരു ഡിമാൻഡ് എന്ന രീതിയിൽ നമ്മൾ മുമ്പോട്ട് വെക്കുന്നത്. പിന്നെ മറ്റൊന്ന്, ലൈസൻസ് തന്നെ നമുക്കറിയാം. ഈ ഡ്രഗ് ലൈസൻസ് ഇപ്പം നൽകുന്നത് 5 വർഷത്തേക്കാണ്. ലീഗൽ മെട്രോളജി ലൈസൻസ് 1 വർഷത്തേക്കാണ് നൽകുന്നത്.
അപ്പോൾ എന്താണ് അതിന് ഇത്രയും വലിയ ഗൗരവം എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. ലീഗൽ മെട്രോളജി ലൈസൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വ്യാപാര സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ എന്താ പറയുക നിത്യോപയോഗ സാധനങ്ങൾ വിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ത്രാസ് ഉൾപ്പെടെ ദിനവും കൈകാര്യം ചെയ്യുന്നവരാണ്. നമ്മൾ അത്തരത്തിലല്ല. നമ്മൾ വിൽക്കുന്നത് തെർമോമീറ്റർ, ബേബി വെയിങ് മെഷീൻ, ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ വിൽക്കുന്നതിന് ഇതേപോലുള്ള ലീഗൽ മെട്രോളജി ലൈസൻസ് വർഷാവർഷം എടുക്കേണ്ട ഒരു സ്ഥിതിയുണ്ട്. വളരെ തുച്ഛമായ കച്ചവടമാണ്. ഒരു തെർമോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയ പൈസ, ഒരു 120 130 രൂപ ചെറിയൊരു മാർജിനിൽ വ്യാപാരം ചെയ്യുന്നതിന് ഇത്രയും വലിയ ഫീസ് കൊടുത്തുകൊണ്ട് ലൈസൻസ് നിലനിർത്തുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ്. അതേ സമയത്ത് ഇതേ സമാനമായ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഈ എന്താ പറയുക സൂപ്പർ മാർക്കറ്റുകളിൽ യഥേഷ്ടം ഇത്തരം ഒരു ലൈസൻസും നേടിയെടുക്കാതെ വിൽക്കുന്നുമുണ്ട്. ഞങ്ങളുടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ലൈസൻസ്, അതുപോലെ തന്നെ ഈ ലീഗൽ മെട്രോളജി ലൈസൻസ്, ഡ്രഗ് ലൈസൻസ് ഒക്കെ തന്നെ ഒരു ഏകീകരണം, അതായത് ഡ്രഗ് ലൈസൻസ് പോലെ ഒരു 5 വർഷത്തേക്ക് ഈ ലീഗൽ മെട്രോളജി ലൈസൻസും കൂടി 5 വർഷത്തേക്കാക്കി ഏകീകരിക്കണമെന്നുള്ളതാണ് നമ്മുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്ന് തന്നെ പറയാം. പിന്നെ മറ്റു കാര്യങ്ങൾ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് മാസം കോഴിക്കോട് വെച്ച് നടക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് നമ്മളെ എല്ലാ ജില്ലകളിലെല്ലാം തന്നെ ആദ്യമായി ഏരിയ സമ്മേളനങ്ങളും, ഇപ്പോൾ പയ്യന്നൂർ, തലശ്ശേരി, കണ്ണൂർ പ്രദേശത്തുള്ള എല്ലാ ഏരിയകളിലും സമ്മേളനങ്ങൾ പൂർത്തിയായി. അടുത്ത പടി എന്ന നിലയിലാണ് നമ്മളെ ജില്ലാ സമ്മേളനം മാർച്ച് 1-ാം തീയതി ഹോട്ടൽ ബ്രോഡ്ബീനിൽ വെച്ച് നടക്കുന്നത്. ആദരണീയായ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യനാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ വ്യാപാരി വ്യവസായ സമിതിയുടെ ജില്ലാ സെക്രട്ടറിയുടെ PM സുഗുണൻ, നമ്മുടെ തന്നെ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന പ്രസിഡന്റ്, അതുപോലെ വ്യാപാരി വ്യവസായ സമിതിയുടെ ഏരിയ സെക്രട്ടറി മനോഹരൻ എന്നിവരൊക്കെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്.